നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ചൊവ്വൂരിൽ പിതാവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടത്തിൽ കുട്ടിയുടെ പിതാവിന് പരിക്കേറ്റു. പെരുവനം സംസ്കൃത കോളേജിന് സമീപത്തുള്ള ചൊക്കാലക്കൽ വീട്ടിൽ അരുൺകുമാർ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ കൃഷ്ണ സ്വരൂപാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ ഭവൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച കൃഷ്ണ സ്വരൂപ്. വ്യാഴാഴ്ച ഉച്ചയോടെ ചൊവ്വൂർ കപ്പേളയ്ക്ക് സമീപത്തായിരുന്നു അപകടം. ചെറുവത്തേരി സ്വദേശിയാണ് കുട്ടിയുടെ പിതാവ് അരുൺകുമാർ. ചെറുവത്തേരി പത്താമുദയം കാവടി കണ്ട് പെരുവനത്തെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹവും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പെരുവനം സംസ്കൃത കോളേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരുൺകുമാറിന്റെ കുടുംബം. പരിക്കേറ്റ അരുൺകുമാറിനെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺകുമാർ മാതൃഭൂമി തൃശൂർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. പേരാമംഗലത്ത് മദ്യലഹരിയിൽ യുവാവ് പിതൃസഹോദരനെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ചു കൊന്നു. പേരാമംഗലത്ത് മദ്യലഹരിയിൽ ബന്ധുവിനെ യുവാവ് കൊലപ്പെടുത്തി. പേരാമംഗലം കാട്ടിലേത്ത് വീട്ടിൽ പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മകനായ മഹേഷ് കസ്റ്റഡിയിൽ. മദ്യപിച്ചെത്തിയ മഹേഷ് പ്രേമദാസുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് മൺവെട്ടിക്കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്യുകയായിരുന്നു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട്. 15,000 രൂപയോളം മോഷണം പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. സൈക്കിളിലാണ് മോഷ്ടാവ് എത്തിയത്. നടപ്പുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്ന ശേഷം ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. വഴിപാട് കൗണ്ടറിലെ അലമാര തകർത്താണ് പണം കവർന്നത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വല്ലച്ചിറ സ്വദേശിയായ ക്ഷേത്ര ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. മുതുവറ ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായിരുന്ന വാഹനാപകടത്തെ തുടർന്ന് വല്ലച്ചിറ സ്വദേശിയും പറപ്പൂർ നാഗത്താൻകാവ് ക്ഷേത്രത്തിലെ ജീവനക്കാരനുമായ താനൂർ വാര്യത്ത് രാജേഷാണ് മരിച്ചത്. അമല ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് ഇരുചക്രവാഹനത്തിൽ വരുന്നതിനിടെ രാജേഷിന്റെ വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. രാത്രി 7:15 അപകടമുണ്ടായത്. ഉടനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വർണ്ണക്കുട പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ടൊവിനോ തോമസിന്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സാംസ്കാരിക ഉത്സവം വർണ്ണക്കുട 2025ന്റെ ഭാഗമായി വർണ്ണക്കുട പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ടൊവിനോ തോമസിന് നൽകി. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന വർണ്ണക്കുടയുടെ ചടങ്ങിലാണ് മന്ത്രി ആദരം നൽകിയത്. ഇരിങ്ങാലക്കുടയുടെ ദേശീയ നൃത്ത സംഗീതോത്സവമായ വർണ്ണക്കുട 2025ന്റെ സംഘാടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അനുമോദന പത്രം ex-MP സാവിത്രി ലക്ഷ്മണൻ വായിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി, ജൂനിയർ ഇന്നസെന്റ് അശോകൻ ചെരുവിൽ, PK ഭരതൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂരിൽ ദേശീയപാതയോരത്ത് ആക്രി പറക്കാനെത്തിയ ആളുടെ ദേഹത്ത് കോൺക്രീറ്റ് സ്ലാബ് വീണ് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട പഴയ സ്ലാബുകളിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. സമീപത്തുണ്ടായിരുന്ന വലിയ സ്ലാബ് ഇയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു. സ്ലാബിനടിയിൽ കുടുങ്ങിയ ഇയാളെ ക്രെയിൻ എത്തിച്ച് സ്ലാബ് മാറ്റിയാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ വിജീഷ്, TH വിഷ്ണു, M മനു, ജിതിൻ ജോസഫ്, അഖിലേഷ്, ഹോംഗാർഡ് സുരേഷ്, രഘുനാഥൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. നന്ദിപ്പുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. വ്യാഴാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്നത് കണ്ടത്. 22 കിലോയിലേറെ തൂക്കമുള്ള സാധനങ്ങളാണ് മോഷണം പോയത്. ഡിസംബർ 26-ന് ക്ഷേത്രത്തിൽ പത്താമുദയ ആഘോഷം നടന്നിരുന്നു. ഇതിനുശേഷം 2 ദിവസം മുൻപ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. 2 മാസത്തിനിടെ 4ാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത്.
കഴിഞ്ഞ മാസം 2 നിലവിളക്കുകൾ മോഷണം പോയിരുന്നു. അതിനു മുൻപ് ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത ശേഷം മോഷ്ടാവ് കൊണ്ടുവന്ന താഴിട്ട് പൂട്ടിയ ഭണ്ഡാരത്തിൽ നിന്ന് പലതവണ പണം കവർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചേർപ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തകർത്തു. പുതുവത്സര ദിവസം പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. പാലക്കാട് സ്വദേശികളായ കുട്ടികൾ ഉൾപ്പെട്ട കുടുംബമായിരുന്നു കാർ യാത്രികർ. തളിക്കുളം സ്നേഹതീരം ബീച്ച് കണ്ട് മടങ്ങുകയായിരുന്നു ഇവർ. യാത്രക്കിടെ ചേർപ്പ് CNN സ്കൂളിന് മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ പഴയ കേന്ദ്ര ബാങ്കിന് സമീപം റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. സമീപത്തെ കടകളുടെ ബോർഡുകളും തകർത്ത കാർ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിലെ ഇരുമ്പ് ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.